ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ബുധനാഴ്ച പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം വെച്ചാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സായുധ ബോട്ട് കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തിയത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടത്തിയ ആക്രമണത്തിൽ കപ്പലിന്റെ കമാൻഡ് സെന്ററായ ബ്രിഡ്ജിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമോ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവം. അതേസമയം ഇറാൻ തീരം വഴി കടന്നുപോയ കാർഗോ കപ്പൽ ആക്രമിക്കപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തതിൽ ഇടപെടണമെന്ന് യുഎന്നിനോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കപ്പൽ വിട്ടു നൽകണമെന്നും കപ്പൽ പിടിച്ചെടുത്ത നടപടിയെ അപലപിക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. മേഖലയിൽ കഴിഞ്ഞ ശനിയാഴ്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായിരുന്നു. ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകളെ കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം തടയുകയും വെടിയുതിർക്കുകയും ചെയ്തത് നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ന്യൂഡൽഹിയിലെ ഇറാൻ സ്ഥാനപതിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. സമുദ്ര വ്യാപാര പാതകളിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ആഗോള എണ്ണ വിപണിയെയും വലിയ തോതിൽ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയുമാണ്. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോർമുസിൽ കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതും. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവുമായി ഇറാൻ രംഗത്തെത്തുന്നതുവരെ വെടിനിർത്തൽ തുടരും. എന്നാൽ നാവിക ഉപരോധം തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് അറിയിച്ചത്. ഇറാനിയൻ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ചർച്ചകൾ തകരാൻ കാരണം. പാകിസ്ഥാൻ നേതാക്കൾ വെടിനിർത്തൽ നീട്ടാൻ ആവശ്യപ്പെട്ടതായും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഇറാൻ സർക്കാർ ഗുരുതരമായി ഭിന്നിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടണമെന്ന് പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസിം മുനീർ, പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ് എന്നിവർ അഭ്യർത്ഥിച്ചു. അതിനാൽ ഇറാന്റെ നേതാക്കൾക്കും പ്രതിനിധികൾക്കും ഒരു ഏകീകൃത നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയുന്നതുവരെ ആക്രമണം നിർത്തിവെക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ തീരത്തെ തുറമുഖങ്ങളിലെ ഉപരോധം തുടരും. മറ്റെല്ലാ കാര്യങ്ങളിലും US സൈന്യം സജ്ജരായിരിക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വെടിനിർത്തൽ ധാരണ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴായിരുന്നു പ്രഖ്യാപനം വന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടിയത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ചർച്ചയായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചതിന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഡൊണാൾഡ് ട്രംപിന് നന്ദിയും അറിയിച്ചു. വെടിനിർത്തൽ നീട്ടാനുള്ള അഭ്യർത്ഥന സ്വീകരിച്ചതിനും പാകിസ്ഥാന്റെ നയതന്ത്ര ശ്രമങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതിനും നന്ദിയുണ്ടെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സംഘർഷം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ ശ്രമങ്ങൾ തുടരുമെന്നും ഇസ്ലാമാബാദിൽ നടക്കുന്ന 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ സംഘർഷത്തിന് അവസാനമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സമാധാന ചർച്ചകൾക്കായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ഇറാൻ പ്രതികരിക്കാത്തതിനെ തുടർന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇസ്ലാമാബാദ് സന്ദർശനം മാറ്റിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടാനിരുന്ന വാൻസ് ഇപ്പോൾ വാഷിംഗ്ടണിൽ തുടരുകയാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചത്. ബുധനാഴ്ച വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായുള്ള ഉന്നതതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങളും അസ്വീകാര്യമായ നടപടികളും കാരണമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാത്തതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധത്തെ കടൽക്കൊള്ള എന്നും ഭരണകൂട ഭീകരത എന്നുമാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.